അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇത് റേഷൻ കടയിൽ പോകുമ്പോ കൊണ്ടുപോണ ബാഗാണ്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതാകുമ്പോ നല്ല എളുപ്പമുണ്ട്. ഒരു സൈഡിൽ തൂക്കിട്ട് ഒരു മണ്ണെണ്ണ അരി എണ്ണ ഇങ്ങനെ പറഞ്ഞ എടുക്കാൻ നേരത്ത് താഴെ വീണുപോലെ നല്ല സുഖമുണ്ട്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. ഒരു മണ്ണെണ്ണ അരി എണ്ണ ഇങ്ങനെ പറഞ്ഞ എടുക്കാൻ നേരത്ത് താഴെ വീണുപോലെ നല്ല സുഖമുണ്ട്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. റേഷൻ കാർഡ് മാറ്റിയാക്കിയ സംഭവം നടക്കും. അതാണ് അതിനകത്തുള്ള സാധനങ്ങളും സാമഗ്രികളും നമുക്ക് നോക്കാം. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എന്റെ ഫോണ് കൊള്ളാമോ? പിന്നെ ഇത് കണ്ട ഒരു ബാൻഡാണ്, മോഷൻ സിക്നെസ് ബാൻഡ് എന്ന് പറയും. അതായത് ഈ ബസ്സിലൊക്കെ കയറി പോകുമ്പോഴേ ഛർദിച്ച് പണ്ടാരടങ്ങും. അപ്പൊ ഇത് വാങ്ങിച്ച് കയറിട്ടാ ഛർദിക്കൂല എന്നാണ് പറയണത്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും എന്റെ മണ്ടേ കൂടെ നമ്മൾ ഛർദിച്ചിടാറുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? പിന്നെ ഒരു സാധനം ഈ കപ്പാണ്. എങ്ങനെയുണ്ട്? ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് വരുമ്പം ഒന്നും പേടിക്കാനില്ല. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് സൂപ്പർമാനെ പോലെ എങ്ങനെ ചാടിയൊക്കെ പോവാം. നമുക്ക് സൂപ്പർമാനെ പോലെ എങ്ങനെ ചാടിയൊക്കെ പോവാം. താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റ് കൊണ്ട്. അടുത്തത് എന്റെ സൺഗ്ലാസസ് ആണ്. നമ്മൾ പ്രൊട്ടക്ഷൻ ആണ് മെയിൻ. ആയിക്കോട്ടെ. അങ്ങനുണ്ട്. ഇങ്ങോട്ട് നോക്കടി, ഒരു ചോപ്പ് ഒരു വെള്ള, ഇങ്ങനത്തെ ഉണ്ട് എന്റെ അടുത്ത്, ഇങ്ങനത്തെ ഉണ്ട് എന്റെ അടുത്ത്. ഇതില്ലാതെ ഞാൻ ഒരിടത്തും പോവാറില്ല. സത്യം സത്യം. ഹോമിയോ ഗുളിക. എന്തിനാ ചേച്ചി ബാഗിൽ കൊണ്ട് നടക്കുന്നത്? എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഇത് ലിബാം. ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത്. വേറെ പിന്നെ പേൻ ജീപ്പ്. ഇത് തീർന്നില്ലേ? ടെക്നോളജി പേന്റെ മുട്ട വരെ പിടിച്ചെടുക്കും. ഇത് ഭയങ്കരം തന്നെ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ്. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. പിന്നെ ഒരു കൺമഷി പോലത്തെ ഒരു സാധനം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഇത് ബ്രാൻഡ്. ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്, ന്യൂട്രജീന. ഇത് ഇന്ത്യയിലുണ്ടായത്, നാട്ടിലൊക്കെ ഉണ്ടായത്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? പക്ഷെ ഇത് ഒറിജിനൽ ബ്രാൻഡാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. കണ്ടാലും തോന്നും. ജസ്റ്റ് ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് പോലും ഞാൻ ഇടാറില്ല. പൈസ കണ്ടവനടുത്ത് എറിയാൻ പറ്റില്ലല്ലോ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു. വെളിയിറങ്ങുമ്പോ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ മനസ്സിലാവും. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. വെരി സിമ്പിൾ മാൻ അല്ല, വുമൺ. അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. ആ ടാറ്റൂവിന്റെ പിന്നിലുള്ള ഒരു കഥയുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ എന്നെ.